ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ ഉണ്ണിയുടെ ഫസ്റ്റ് ഫോട്ടോഷൂട്ടാണ്. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇതേപോലെ എടുക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കുറേ പേരായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ബഡ്ജറ്റ് അങ്ങനെ ഒത്തു വന്നില്ല. പിന്നെ ലോങ് ആയത് കാരണം വരാൻ പറ്റില്ല എന്ന് കുറേ പേര് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഇവരെ കിട്ടിയത്. ഇവർ ലിറ്റിൽ റോസസ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നായിരുന്നു. ഇവരെ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ ഇവർ വരുന്നത് അങ്കമാലിയിൽ നിന്നാണ്. പക്ഷേ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല അത്രയും ദൂരത്തുനിന്ന് ഇങ്ങോട്ട് വരും എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു അവർ ഓൾ ഇന്ത്യ സർവീസാണ്, അതുകൊണ്ട് പ്രശ്നമില്ല, എന്തായാലും വരും എന്ന് പറഞ്ഞു. അവർ വരുമ്പോഴേക്കും ഞാൻ മോനെ ഫീഡ് ചെയ്തൊക്കെ കഴിഞ്ഞ് അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ റാപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴേക്കും അവൻ ഉണർന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്നും കൂടി ഒന്ന് ഫീഡ് ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ ഫീഡ് ചെയ്തപ്പോഴേക്കും അവൻ വീണ്ടും ഉറങ്ങി. അപ്പോൾ നല്ല സുഖമായി. കാരണം അവൻ ഇന്ന് രാവിലെ ആ ടൈമിൽ നന്നായി ഉറങ്ങാറുണ്ട്. കാരണം ഇവർക്ക് അവനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നല്ല ഈസി ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നന്നായിട്ട് പറ്റി. അങ്ങനെ മോനെ അവർ റാപ്പ് ചെയ്തു, ഒരു തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തു. ഈ റാപ്പ് ചെയ്ത കണ്ട് നമ്മൾ വിചാരിക്കും അവരങ്ങനെ ഇറുക്കി പിടിച്ചിരിക്കുകയാണോ എന്നൊക്കെ തോന്നും, ശ്വാസം മുട്ടുമോ എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷെ ഒന്നുമില്ല, അവർ നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് റാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടൊന്നും ആർക്കും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇവരെ ഈ ഷൂട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ ഇവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ 9 മണിയാകുമ്പോൾ അവിടെ എത്തുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഇവർ 9 മണിക്ക് എത്തുന്നുണ്ടാവില്ല. കാരണം ഇത്രയും ദൂരത്തുനിന്നല്ലേ വരുന്നത്. നോക്കുമ്പോൾ കറക്റ്റ് 9 മണിയാകുമ്പോൾ ഇവർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ എന്നെ അവരൊന്ന് ഞെട്ടിച്ച് കളഞ്ഞു. ഇവരുടെ ഈ ഷൂട്ട് എന്ന് പറഞ്ഞാൽ പാക്കേജുകളായിട്ടാണ് ഉണ്ടാവുക. അതിൽ ബേസിക് പാക്കേജാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 2 തീമാണ് ഉള്ളത്. പിന്നെ അതിൽ വേറെ ഓരോ പാക്കേജുകളായിട്ടാണ് ഉണ്ടാവുക. 5 തീമിൻ്റെ 7 തീമിൻ്റെ അങ്ങനെയൊക്കെ അതിൽ എമൗണ്ടിനും ചേഞ്ച് വരും. അപ്പം ഞാൻ ഈ സെലക്ട് ചെയ്ത 2 തീം, ഒന്ന് യെല്ലോ തീം ഒന്ന് വൈറ്റ് തീമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഞങ്ങൾ 3 ആളും കൂടി ഒരു ഫോട്ടോയും പിന്നെ അക്ഷിതനായിട്ടുള്ളൊരു ഫോട്ടോയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ബേസിക് പാക്കേജിൽ തന്നെ മാമിന് വേണ്ടിയിട്ട് ഈ 2 കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയത് നല്ലതാണല്ലോ എന്ന്. മറ്റുള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പാരൻസിനായിട്ടുള്ളതിന് എക്സ്ട്രാ എമൗണ്ട് കൊടുക്കണം, സിബ്ലിങ്സിനായിട്ടുള്ളതിന് എക്സ്ട്രാ എമൗണ്ട് കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത് ഓക്കെ ആയി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഫോട്ടോഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എൻ്റെ ആഗ്രഹം ഏട്ടനും കൂടി ഉണ്ടായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയുള്ള ഒരു ഫോട്ടോ വേണമെന്നായിരുന്നു. പക്ഷേ ഏട്ടന് ലീവ് ഉണ്ടായില്ല. 5 ദിവസത്തെ ലീവിനാണ് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും പിന്നെ ഏട്ടൻ പോയി. പിന്നെ ഈ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബേബിയുടെ ഒരു നല്ല ടൈം 14-20 ദിവസത്തിൻ്റെ ഉള്ളിലാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യം കുഞ്ഞിൻ്റെ ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മോനും കുഞ്ഞും കൂടിയിട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 3 ആളും കൂടിയുള്ള ഫോട്ടോ എടുത്തു. ലാസ്റ്റ് ഞാനും കുഞ്ഞും കൂടിയുള്ള ഫോട്ടോസ് എടുത്തു. അങ്ങനെ ഞങ്ങളെടുത്ത ഫോട്ടോസ് ഇനി നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം. എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് വിശേഷമായിട്ട് വരാം. ഓക്കെ, ബൈ.